ഹലോ എവ്രി വൺ, ഇന്ന് ഞങ്ങളുള്ളത് ടൊറൻറ്റോയിലെ മാപ്പോ കൊറിയൻ ബാർബിക്യൂ റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ നല്ല ഒത്തൻറ്റിക് കൊറിയൻ ഫുഡ് കിട്ടും. ദ ആംബിയൻസ് ഹിയർ ആക്ച്വലി ഗീവ്സ് യു കൊറിയൻ സ്ട്രീറ്റ് വൈബ്. ഞങ്ങൾ പോയിട്ടൊന്നുമില്ല, എന്നാലും ടേബിളിൻ്റെ നടുക്ക് തന്നെ ഒരു ഗ്രില്ലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ സൈഡിലൂടെ കുറച്ച് കോണും അതുപോലെ മുട്ടയും കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഇത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് മെല്ലെ വെന്തുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ ഹൈ ഫ്ലെയിമിലൊന്നുമല്ല, ബിക്കോസ് ആ മുട്ട എത്ര വെന്താലും സോഫ്റ്റ് ആയിട്ടിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്ത 2 തരം പോർക്ക് ബെല്ലീസും ബീഫ് ഷോർട്ട് റിബ്സും ആയിരുന്നു. നമ്മളുണ്ടാക്കി വേവ് കറക്റ്റ് ആവുമെന്ന് ഓർത്തിട്ടുള്ള പേടിയൊന്നും വേണ്ട, ബിക്കോസ് ഇവിടുത്തെ സ്റ്റാഫ്സ് തന്നെയാണ് ഇത് വന്ന് ചെയ്തിരുന്നത്. ഗ്രില്ല് ചൂടായി കഴിയുമ്പം അവർ തന്നെ മീറ്റ് തന്നെ മേലെ വയ്ക്കും, അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുകയും മറിച്ചിടുകയും ചെയ്യും. ആൻഡ് ഇതൊന്നും പോരാണ്ട് അവസാനം ഇത് മുറിച്ച് കഷ്ണങ്ങളാക്കി നമുക്ക് എടുത്തു തരുകയും ചെയ്യും. നമുക്ക് പിന്നെ കഴിക്കാൻ പ്രത്യേകിച്ച് ഓർഡറൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ലെറ്റ്യൂസിലേക്ക് മീറ്റ് വെച്ചിട്ട് അതിൻ്റെ കൂടെ പറ്റാവുന്ന സാധനമൊക്കെ മിക്സ് ചെയ്ത് കഴിക്കും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇതിന്. ഇതിൻ്റെ കൂടെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ടോഫു സൂപ്പ് കിട്ടുന്നുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഓരോ സെറ്റ് മീറ്റ് തീരുമ്പോഴാണ് അടുത്ത സെറ്റ് കൊണ്ടുവരുന്നത്. ആ ബീഫിലാണെങ്കിൽ അതിൻ്റെ ആ റിബിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടായിരുന്നു. അവരത് വെന്ത് ചെയ്യുമ്പോൾ അത് മെല്ലെ മുറിച്ചൊക്കെ എടുത്ത് മാറ്റി റെഡിയാക്കി തരും. എനിക്ക് പോർക്ക് ബെല്ലിയാണ് ഇച്ചിരിയും കൂടി ഇഷ്ടപ്പെട്ടത്. ബീഫ് ബാർബിക്യൂ സോസൊക്കെ വെച്ചിട്ട് മാരിനേറ്റഡ് ആയിരുന്നു, അതുകൊണ്ട് ഇച്ചിരി സ്വീറ്റ് ടേസ്റ്റ്. ഈ മീറ്റ് വേവിക്കുന്ന സമയത്ത് എൻ്റെ മീത്തേക്ക് നന്നായിട്ട് തെറിക്കുന്നുണ്ട്. അതാണ് ഞാനിങ്ങനെ കൈ കിട്ടി ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ അവിടെ നിന്ന് ഇച്ചിരി കൂടി നീങ്ങി നിന്നു. ഫുഡ് മൊത്തം കഴിച്ചാൽ ഞങ്ങളെല്ലാവരും ഹാപ്പിയായി. എ റിയലി നൈസ് പ്ലേസ് വിത്ത് ഗുഡ് ഫുഡ് ആൻഡ് അമേസിങ് ആംബിയൻസ്. ഇറങ്ങുന്ന സമയത്ത് ഇവർ നമുക്കൊരു പ്രോബയോട്ടിക് ഡ്രിങ്ക് കൊണ്ടുതരും. ആദ്യം കുടിച്ച് 10 രസമുള്ള മധുരവും പുളിയൊക്കെ ചേർന്നൊരു ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷേ പിന്നെ നല്ല ടേസ്റ്റ് പോലെ തോന്നിയത്. കൊറിയൻ ഫാൻസിനൊക്കെ വരാൻ പറ്റിയൊരു അടിപൊളി സ്ഥലം തന്നെയായത്. കാരണം ഇവിടെ ഒത്തിരി കൊറിയൻ സ്റ്റാർസിൻ്റെയും BTS മെമ്പേഴ്സിൻ്റെ ഒക്കെ സിഗ്നേച്ചേഴ്സ് എല്ലാം ഉണ്ട്. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ശരി, എന്നാൽ അണ്ടിൽ നെക്സ്റ്റ് ടൈം കംസംനിദ.